അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ 1 ഇയർ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഞാൻ പരീക്ഷിച്ച് ജെനുവിനായിട്ടുള്ള റിസൾട്ട് കിട്ടിയ ഹെയർ പാക്കുകൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അപ്പം ഇന്നത്തെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഡ്രസ്സ് നിങ്ങൾ എന്തായാലും ഒരു ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. നിങ്ങൾ കിച്ചണിലിടുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു മുഷിഞ്ഞൊരു ഡ്രസ്സ് നിങ്ങൾ മാറ്റി വെച്ചേക്കുക. കാര്യം നമ്മുടെ ഹെയർ പാക്കൊക്കെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തൊക്കെ വീഴാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഹെയർ പാക്ക് എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഒക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ മുടി പെട്ടെന്ന് വളരാനായാലും നമ്മുടെ ഹെയറിൻ്റെ എല്ലാ ഇഷ്യൂസും മാറാനായിട്ടുള്ളൊരു ഹെയർ പാക്ക്. ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് തലേദിവസം വെള്ളത്തിലിട്ട ഉലുവയാണ്. ഇത് നമ്മുടെ ബീട്രൂട്ടും സവാളയുമാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ കറ്റാർ വാഴ. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ജാറിലേക്ക് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ജാർ എടുക്കുകയാണ്. അതിലേക്ക് ആദ്യം ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഉലുവയെന്ന് പറയുമ്പം നമ്മുടെ ഹെയർ ഫോളിക്കിളിനെയൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യും. മുടിയുടെ എല്ലാ പ്രോബ്ലംസും മാറ്റി മുടിയെ വേഗം വളരാൻ സഹായിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് ബീട്രൂട്ടും നമ്മുടെ സവാളയുമാണ്. അപ്പം അതിന് ശേഷം ഞാൻ ആഡ് ചെയ്തത് കറ്റാർ വാഴയാണ്. അതിനകത്ത് ജെല്ല് മാത്രമേ ഞാൻ എടുത്തിടാറുള്ളൂ. ആ ഒരു പച്ച സാധനം ഞാൻ ഇടാറില്ല, അതിൻ്റെ ലീഫ് എടുത്തിടാറില്ല. അപ്പം അതിന് ശേഷം ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലെങ്കിലും നിങ്ങൾ അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ നമുക്കിത് അരിച്ചെടുത്ത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ തിക്കായിട്ടുള്ള പേസ്റ്റ് ആയതുകൊണ്ട് അരിച്ച് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടായിരിക്കും. ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും അതുപോലെ തന്നെ അങ്ങാടിക്കടകളിലും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങട്ടോ. ഈ കാസ്റ്റർ ഓയിൽ നമ്മുടെ ഹെയർ പാക്ക് മിക്സിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മിക്സും നമ്മുടെ ആവണക്കെണ്ണയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആവണക്കെണ്ണ പെട്ടെന്ന് മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഹെയറിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡൊന്ന് പാർട്ടീഷൻ ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുടിയിലെ ജടയൊക്കെ ഒന്ന് കളയുക. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് മാത്രം ജട കളയുക. അപ്പം നമ്മളിന്ന് യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ റൈസ് വാട്ടർ, നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പം അതിനകത്ത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള ചില കണ്ടൻറ്റുകൾ നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുടിയുടെ അകത്തുള്ള പ്രശ്നങ്ങളെയും പുറമെയുള്ള പ്രശ്നങ്ങളെയും എല്ലാം മാറ്റി മുടി നന്നായിട്ട് നീളം വെക്കാനായാലും അതുപോലെ തന്നെ തിക്നെസ് കൂട്ടാനായിട്ട്, അതായത് ബേബി ഹെയർസ് ഒക്കെ വരാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ റൈസ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഈ റൈസ് വാട്ടറും കാര്യങ്ങളൊന്നും ഹെയറിൽ ചിലവർക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടി. അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുള്ളവർ ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിടവിട്ടോ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ അതിനോട് അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ട് വന്നോളും. പിന്നെ അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട്. അപ്പം ബീട്രൂട്ട് നമ്മുടെ ഹെയറിനെ ഇപ്പം ഗ്രേ കളർ ടു ബ്ലാക്ക് കളർ ആക്കാൻ സഹായിക്കും. അതായത് അകാല നരയുള്ളവരും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നാച്ചുറലി പറ്റിയ ഒരു നല്ലൊരു റെമഡിയാണ് നമ്മുടെ ബീട്രൂട്ട്. അപ്പം കറുത്ത നിറം വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. കറുത്ത നിറം മാത്രമല്ല, നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ ഹെയറിനൊരു ഹെൽത്തി ലുക്ക് കൊടുക്കും ബീട്രൂട്ട്. പിന്നെ കറ്റാർ വാഴയുടെ കാര്യം അറിയാമല്ലോ, എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ കറ്റാർ വാഴയും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സഹായിക്കും. താരനെതിരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ കറ്റാർ വാഴയായാലും ബീട്രൂട്ടായാലും ഉലുവയായാലും ഒക്കെ. ഓക്കെ, അപ്പം ഈ ഇന്നത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ്. ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം.
അപ്പം പിന്നെ ഉലുവയുടെ കാര്യം പറയേ വേണ്ട. നമ്മുടെ മുടി തിക്കൻ ചെയ്യാനായിട്ട്, കട്ടിയുള്ളതാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ ഉലുവയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ താരനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു ബെറ്റർ ഐറ്റമാണ് നമ്മുടെ ഉലുവയും പിന്നെ മിൻറ്റും ഒക്കെ കേട്ടോ. മിൻറ്റിൻ്റെ ഒരു ഹെയർ പാക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊന്ന് പോയി കാണുട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ചലഞ്ചിൽ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട്, സ്കാൽപ്പിലേക്കൊക്കെ നന്നായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഹെയറിൻ്റെ ലെന്തിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പം ചേട്ടൻ്റെ കുട്ടി അവിടെ അവളുടെ അമ്മയോ എന്തോ തിരക്കി അതിലേ നടന്നു. അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് മുടിയിലിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓക്കെ. അപ്പം നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിൻ്റെ ലെന്തിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കെട്ടുക കേട്ടോ. നമ്മുടെ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ആവാൻ കൂടി ഇത് സഹായിക്കും കേട്ടോ. ഇത് അഴിച്ചിടാമെങ്കിൽ നല്ലതാണ്, പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പൊല്യൂഷനൊക്കെ കയറും. അതുകൊണ്ട് വേണ്ട, ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ട് നമ്മുടെ ഹെയർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഹെയർ ക്യാപ്പ് എനിക്കിതുവരെ വാങ്ങാനായിട്ടുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട ഒരു വീഡിയോ പോലും കാണാത്തത്. പണ്ടൊക്കെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനത് യൂസ് ചെയ്യാമായിരുന്നു. നിങ്ങളത് യൂസ് ചെയ്യാട്ടുണ്ടെങ്കിൽ, കാര്യം പുറത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഹെയറിലധികം കയറാണ്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പം പനി അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഒരു 20 മിനിറ്റ് വരെയൊക്കെ വെച്ചിട്ട് കഴുകി കളയാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.